ഹലോ ഗൈസ്, ഞാൻ കാവ്യ. കോളറഡോയിലെ കുട്ടി വിശേഷങ്ങൾക്കായി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് RTD സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ RTDയും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ RTD സ്റ്റേഷനിലോട്ട് നടക്കുവാണ്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 1 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ നടക്കാൻ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. നമ്മുടെ കൂടെ ഒരു സൗത്തിലേക്ക് പോകുന്നൊരു ട്രെയിനും എത്തിയിട്ടുണ്ട്. എല്ലാ RTD സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നാവിഗേഷൻ പോലെ എങ്ങോട്ടേക്കാണ് ഓരോ കാര്യത്തിനും പോകേണ്ടതെന്നുള്ളത് കാണിക്കാൻ. അപ്പോൾ ഇത് ഫുൾ സ്റ്റേഷൻ്റെ ഒരു ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പം ഇങ്ങനെയാണ് ഏകദേശം എല്ലാ RTD സ്റ്റേഷനും ഇങ്ങനെ തന്നെയാണ്. ഇത് ലിങ്കൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ അപ്പാർട്ട്മെൻറ്റ്സും അതുപോലെ ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പാർക്കിംഗ് ലോട്ട്സ് ഉണ്ട്. ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഒന്നിക്കൽ ആപ്പിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിൽ പൈസ ലോഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടാവും. അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് വാങ്ങാം. അതിന് കോയിൻസ് അതിലിടാം, അല്ലെങ്കിൽ ഡോളർ ബില്ലാണെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ടിക്കറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക മോണിറ്ററിൽ. എന്നിട്ട് ഇവിടുന്ന് ടിക്കറ്റ് നമുക്ക് എടുക്കാം. എടുത്ത ടിക്കറ്റ് എന്നിട്ട് ഒന്ന് വാലിഡേറ്റ് ചെയ്യണം ഈ ഒരു മെഷീനിൽ വെച്ചിട്ട്. സിമ്പിൾ പ്രോസസ്സാണ്. എളുപ്പത്തിൽ അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. പലതരത്തിൽ ടിക്കറ്റ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതൊരു മാപ്പാണ്. അപ്പോൾ എല്ലാ RTD സ്റ്റേഷൻ്റെ മുന്നിലും ഇതുപോലൊരു മാപ്പും അതുപോലെ ടൈമിങ്സും ഉണ്ടാവും. അപ്പോൾ ഈ മാപ്പിൽ നമുക്ക് എല്ലാ റൂട്ടും എല്ലാ ടൈപ്പ് വണ്ടിയും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഈ ഒരു സ്റ്റേഷനിൽ വരുന്നത് E ലൈനും R ലൈനും H ലൈനും ആണുള്ളത്. ഇപ്പോൾ ഡൗൺ ടൗൺ മുതൽ നമുക്ക് എയർപോർട്ട് വരെയുള്ള കവറേജ് ഉണ്ട്. അപ്പോൾ ഇത് മൺഡേ ടു ഫ്രൈഡേയും അതുപോലെ സാറ്റർഡേ സൺഡേസ് അവിടുത്തെ ടൈമിംഗ് ആണ്. അപ്പോൾ സൗത്ത് ബൗണ്ടും ഉണ്ട്, നോർത്ത് ബൗണ്ടും ഉണ്ട്. 2 ഡയറക്ഷനിലോട്ടാണ് ട്രെയിൻ പോകുന്നത്. ഈ RTD ശരിക്കും സ്റ്റുഡൻസിനും അതുപോലെ പുതുതായി ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം വന്ന പാട് ആർക്കും കാറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ട്രാവലിങ്ങിനും ഓരോ കാര്യങ്ങൾക്ക് ഗ്രോസറിക്കായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പോലും US സാധാരണ സ്വന്തം വണ്ടിയില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് ശരിക്കും ഭയങ്കര ഉപകാരമാണ്. വളരെ കുറച്ച് സിറ്റീസിൽ മാത്രമേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തേക്കും കാണാൻ പറ്റൂ US. ഡെൻവറിൽ അതുണ്ട്, അതുകൊണ്ട് നല്ലതാണ് ഇവിടെ ഉള്ളവർക്ക്. ഇത് ഒരു വെയിറ്റിംഗ് ഷെൽട്ടറാണ്. ഇതെല്ലാ സ്റ്റേഷനിലും ഇതുപോലൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള റെയിൽ എന്ന് പറയുന്നത് സൗത്തിലേക്ക് പോകുന്നതും ബാക്കിലുള്ളത് നോർത്തിലേക്ക് പോകുന്നതുമാണ്. ഈ ഒരു സ്ക്രീനിൽ എന്താ കാണുന്നത് വെച്ചാൽ അടുത്തതായി വരാൻ പോകുന്ന 2 ട്രെയിനിൻ്റെ ടൈമാണ്. അപ്പോൾ ഒന്ന് R ലൈൻ നിന്ന് പിയോരിയ സ്റ്റേഷനിലോട്ട്, പിന്നെ ഉള്ളത് E ലൈനാണ് യൂണിയൻ സ്റ്റേഷനിലോട്ടുള്ളത്. ഇത് വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് കാണാൻ ഇങ്ങനെയാണ്. സീറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സീറ്റിൽ 2 പേർക്ക് ഇരിക്കേണ്ട സ്പേസ് ഉണ്ട്. ഈ വണ്ടി വിടുന്നതിന് മുമ്പേ ഞാനൊന്ന് ഇറങ്ങട്ടെ. എങ്ങാനും നമ്മൾ കയറുന്നതിന് മുമ്പേ ഡോർ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഗ്രീൻ ബട്ടൺ ഞെക്കിയാൽ മതി, തുറന്നോളും. പിന്നെ എപ്പോഴും നമ്മൾ ട്രെയിനിനെ വെയിറ്റ് ചെയ്യുമ്പം ആ ലക്ഷ്മണ രേഖയുടെ ഇപ്പുറത്ത് വേണം നിൽക്കാൻ. ഇവർ ട്രെയിനിൻ്റെ ടൈമിങ്സ് ഒരു ഡിജിറ്റൽ ബോർഡിലും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ RTD എന്ന് പറയുമ്പോൾ 3 സർവീസസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഒന്ന് ട്രെയിൻ, അത് നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ഉള്ളത് ബസ്സും പിന്നെ ഫ്ലെക്സ് റൈഡും. അപ്പോൾ ഈ ഫ്ലെക്സ് റൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ടൈം പറഞ്ഞ് ബുക്ക് ചെയ്യാൻ പറ്റും ഫ്ലെക്സ് റൈഡിന്. അപ്പോൾ ഇത്ര മണിക്ക് നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് അവർ ഇറക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ്സും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ട്രെയിനിനുണ്ടായ ഏകദേശം അതുപോലെ തന്നെയാണ്. പിന്നെ 19 ബിലോ ആയിട്ടുള്ളവർക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നതൊക്കെ കാണാം. ഫ്ലെക്സ് റൈഡ് കയറാൻ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഈ ഇങ്ങനെ കാണുന്ന ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്നാലും നമുക്ക് ഫ്ലെക്സ് റൈഡിൽ കയറാൻ പറ്റും.
ഇതൊരു ബസ് ഷെൽട്ടറാണ്. ഈ ബസ് ഷെൽട്ടറിൻ്റെ അകത്ത് അതുപോലെ മാപ്സും ഉണ്ടാവും. നേരത്തെ കണ്ട ട്രെയിൻ മാപ്പ് പോലെ ബസ് മാപ്പും ഉണ്ടാവും. അതേപോലെ ബസ് നമ്പർ ഉണ്ടാവും. അതിൻ്റെ ടൈമിങ്സും കാണിക്കും. മൺഡേ ടു ഫ്രൈഡേയും അപ്പുറത്ത് സാറ്റർഡേ സൺഡേ ഉണ്ടായിരുന്നു, എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഫ്ലെക്സ് റൈഡ് കഴിഞ്ഞാൽ ഇവർ തരുന്ന സർവീസസ് ബസ്സാണ്. അപ്പോൾ ബസ് സർവീസ് ഞാൻ ഒരു ദിവസം ബസ് യൂസ് ചെയ്യുന്ന ഒരു ഡേ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ബസ്സസിനും ഫ്ലെക്സ് റൈഡിനായിട്ട് ഇവർ 3 ഗേറ്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ, A, B and C. അപ്പോൾ ഓരോ ബസ് നമ്പറിൻ്റെ സ്പെസിഫിക്കേഷനും അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് നമ്പർ ബസ്സാണ് ഏത് ഗേറ്റിൽ എത്തിച്ചേരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ടൈമിനനുസരിച്ച് ആ ഒരു ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നാൽ മതി. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ ബസ് കയറാൻ പറ്റും. പിന്നെ ഇവിടെ ബസ്സസൊക്കെ കറക്റ്റ് ടൈമിന് വരും. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ് അവർക്ക്. ഒരു 5 മിനിറ്റ് പോലും വൈകില്ല. നേരത്തെ ഒരു 10 മിനിറ്റ് നേരത്തെ വന്ന് കുറച്ച് നേരം അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും, ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷെ കറക്റ്റ് ഇപ്പോൾ 1:30 ബസ് വിടണമെങ്കിൽ 1:31 ആവില്ല, 1:30 തന്നെ വിടും. അതുകൊണ്ട് ഇവിടെ പങ്ക്ച്വാലിറ്റി കുറച്ച് കൂടുതലാണ്. കറക്റ്റ് ടൈമിന് തന്നെ അപ്പോൾ നമ്മൾ എത്തണം. അതിപ്പോൾ ട്രെയിൻ ആയാലും ബസ്സായാലും ഫ്ലെക്സ് റൈഡും അങ്ങനെ തന്നെയാണ്. ഫ്ലെക്സ് റൈഡ് ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഇറങ്ങി വരുന്നതായിരിക്കും നല്ലത്. കാരണം അവരൊരു 5 മിനിറ്റ് മുന്നേ എത്തും. ഈ കാണുന്നത് ഈ ഒരു RTD സ്റ്റേഷൻ്റെ ഫ്രീ പാർക്കിംഗ് ലോട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും ദൂരം പോകണമെങ്കിൽ ഇവിടെ വന്ന് കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രെയിനും കയറി എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോവാം. എല്ലാ RTD സ്റ്റേഷനിലും ഇതുപോലൊരു ബ്രിഡ്ജ് ഉണ്ടാവും. എന്ത് രസമല്ലേ കാണാൻ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഹൈവേ നടുക്കുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ നമുക്ക് അതിലൂടെ കയറി പോയാൽ മതി. നമുക്ക് ജസ്റ്റ് ആ ബ്രിഡ്ജിൻ്റെ അകത്ത് കയറി എന്താ സംഭവം എന്നൊക്കെ നോക്കാം. അപ്പോൾ ലിഫ്റ്റ് തുറന്നു. ഇനി 3rd ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. ബാക്കി കാണുന്ന ഫ്ലോർസൊക്കെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 ഫ്ലോർ ഉണ്ട് പാർക്കിങ്ങിനായിട്ട് തന്നെ. അപ്പോൾ 3rd ഫ്ലോറിലാണ് നമുക്ക് അങ്ങോട്ടേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള പാത്ത് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ. നമുക്ക് 2 സൈഡിലും നോക്കിയാൽ താഴെ കൂടെ കാറൊക്കെ പോകുന്നത് കാണാം, നല്ല ഹൈ സ്പീഡിൽ. എന്തായാലും അപ്പുറത്തെ സൈഡിലെത്താൻ കുറച്ച് നടക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ 4 തരത്തിലാണ് ടിക്കറ്റ്സ് ഉള്ളത്. അപ്പോൾ ആദ്യത്തേത് 3 hour പാസ്. 3 hour പാസ് എന്ന് വെച്ചാൽ നമുക്ക് ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 3 മണിക്കൂർ എന്ത് തരം RTD സിസ്റ്റം വേണമെങ്കിലും യൂസ് ചെയ്യാം. ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും ഫ്ലെക്സ് റൈഡ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് 3 hours യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസ് $2.75. പിന്നെ ഉള്ളത് ഡേ പാസ്. അപ്പോൾ ഡേ പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ എന്ത് RTD സിസ്റ്റം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസ് വരുന്നത് $5.50 ആണ്. പിന്നെ ഉള്ളത് എയർപോർട്ട് പാസ്സാണ്. അപ്പോൾ എയർപോർട്ട് പാസിന് നമുക്ക് ആ ഡേ എയർപോർട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് $10 പ്രൈസ്. ഇതൊക്കെ കൂടാതെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ പാസ് മന്ത്ലി പാസ്സാണ്. അതിന് $88 ആണ്. അപ്പോൾ ഒരു മന്തിൽ നമുക്ക് എത്ര വേണമെങ്കിലും RTD സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസിനും വർക്ക് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ നടന്ന് ഇപ്പുറത്തെ അറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങാൻ ലിഫ്റ്റും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. പിന്നെ ആരോഗ്യത്തിന് നല്ലത് സ്റ്റെപ്പാണല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് പിടിക്കാം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വണ്ടികളും ബിൽഡിങ്സും ഫുൾ സിറ്റി വൈബ്. ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ കുറച്ചൊരു ഗ്രാമപ്രദേശം വൈബാണ് കേട്ടോ. ഒരു ഗ്രീനറിയും പച്ചപ്പും എല്ലാം ആയിട്ട്. എനിക്ക് ഡെൻവറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ഫുൾ സിറ്റി വൈബല്ല. ചിലയിടത്ത് ഇതുപോലെ ഗ്രീനറിയും കുറച്ചൊരു സമാധാനം തോന്നുന്ന ഒരു ഏരിയ കൂടിയാണ്. നല്ല ഭംഗിയാണ് ചില ഏരിയാസൊക്കെ കാണാൻ. ഇതന്നെ കണ്ടില്ലേ, താഴെ പച്ച, മേല ആകാശം ഫുൾ ക്ലിയർ ആയിട്ട് നല്ല ബ്ലൂ കളർ ആകാശം. ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ് ഇപ്പുറത്തെ സൈഡ് മെട്രോ സ്റ്റേഷൻ്റെ. ഇന്നും നല്ല കാറ്റുണ്ട് ഇവിടെ. വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുമ്പോൾ തണുപ്പും കൂടും കാറ്റും കൂടും. അപ്പം ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ RTDയുടെയും
പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനുണ്ടല്ലോ ജസ്റ്റ് നടന്നു പോകുമ്പോൾ മാരിയറ്റിൻ്റെ ഗാർഡൻ ആൻഡ് ഹോട്ടൽ കണ്ടു. എന്താല്ലേ എൻ്റെ അടുത്ത് തന്നെ ഇതുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോഴും അറിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.